ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളവിട്ട് സദൃശ്യമുള്ള കാലുള്ളവനായി നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുന്ന വാഗ്ദത്ത പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നീ പാടുവാൻ, സ്തുതിപ്പാൻ, തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നാട്ടെ കർത്താവേ. ഞങ്ങളുടെ ആത്മീയ ചെവികളെ തുറന്നാട്ടെ, ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറന്നാട്ടെ കർത്താവേ. നിന്നെ വേണ്ടുവണ്ണം അറിയുവാൻ തക്കവണ്ണം, നിന്റെ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെയും ബുദ്ധിമണ്ഡലത്തെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, പരിസരങ്ങളെ നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഹേതുവായിട്ട് വിശുദ്ധീകരിക്കുകയാണ്. സകല അധർമ്മത്തിൻ്റെ വ്യാപാരങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പുത്രത്തിൻ്റെ അധികാരത്തോടെ ഞാൻ അഫലമാക്കുന്നു. ഫ്യൂച്ചറിൽ കർത്താവെ ഓൺലൈനിൽ കേൾക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ കൈവേർത്തിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. അതിന് മുമ്പ് ഞാനതൊന്ന് ഷെയർ ചെയ്യട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പരിചയമുള്ള പാട്ടുകളാണ്. സ്തോത്രം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ പൂർണ്ണനായി. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ഭാഗ്യവാൻ. നീയേ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ധന്യനായി. ആമേൻ. ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആമേൻ. ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കാം
കർത്താവിനെ നമ്മെ സർവം മറന്ന തൻ സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന തൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടിന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നു. ആരാധിക്കാം യേശു കർത്താവിനെ. 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 ഹല്ലേലൂയ, സ്തോത്രം. നാം ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സ്തോത്രം. ആമേൻ. നീ എൻ സർവനീതിയുമായി തീർന്നിരിക്കാൽ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ പ്രാഗൽഭ്യത്തോടുകൂടെ തന്നെ സ്തോത്രം അവനെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നാം പഠിച്ച വിഷയങ്ങളായിരുന്നു. ആമേൻ. ഏക മധ്യസ്ഥൻ, എല്ലാവർക്കും വേണ്ടി തന്നെ തന്മറവിലായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു മാത്രം. മറ്റൊരു കാര്യം നാം ചിന്തിച്ചു. ആമേൻ. പ്രായശ്ചിത്തം എന്താണ്? അതിൻ്റെ ആഴങ്ങളൊക്കെ നാം ചിന്തിച്ചതാണ്. തുടർന്ന് ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയമാണ്. ആമേൻ. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 തുടങ്ങി 5-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തുവേശുവിലുള്ള സൗജന്യ നീതി എങ്ങനെയാണ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചുകൊണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപ കൂടാതെ, പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ പരിവർത്തനം കൂടാതെ തിരുവെഴുത്തിൽ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമല്ല കർത്താവ്. ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തുകളെ പരിശുദ്ധ ആത്മാവത്തിന് ഞങ്ങൾക്ക് പൊരുൾത്തിരിച്ചു തന്ന ആമേൻ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ജനത്തെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമുക്ക് ഈ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ച വിഷയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായം 24 തുടങ്ങി 25 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഡെപ്തിൽ, വളരെ ഡീപ്പായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തീയ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അതിനകത്ത് അവൻ്റെ കൃപയാൽ, എന്താണ് കൃപ, എന്തുകൊണ്ട് കൃപയുടെ ആവശ്യം വന്നു. ഒന്നാം മനുഷ്യനായ ആദാമിന് ഒബീഡിയൻസിൻ്റെ ഒരു കണ്ടീഷൻസ്, പ്രവൃത്തിയിൽ കൂടെ അവൻ നീതീകരിക്കപ്പെടേണ്ടവനായിരുന്നു. ഒബീഡിയൻസ് ആയിരുന്നു ഫസ്റ്റ് അവനുമായിട്ടുള്ള ഉടമ്പടിയുടെ കണ്ടീഷൻ. എന്നാൽ ഒബീഡിയൻസ് നിന്ന് അവൻ വീണുപോയി അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന അവസ്ഥയിലേക്ക് മാറി. അതിൽ നിന്നും അവൻ്റെ സ്വയമായിട്ട് ദൈവത്തോട് നിരക്കുവാൻ, സ്വയമായിട്ട് ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്തിരുന്ന അവസ്ഥയിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് വീണ്ടെടുപ്പ് എന്ന കാര്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഹല്ലേലൂയ. അതിനാവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് പ്രായശ്ചിത്തം. അത് ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ നീതി. ഡിവൈൻ ഗവൺമെൻറ്റാണ് പാപം ചെയ്ത മനുഷ്യൻ്റെ മേൽ ശിക്ഷ വിധിച്ചത്. ദൈവമല്ല ശിക്ഷ വിധിക്കുന്നത്. ദൈവം അത് നടപ്പിലാക്കുന്നത് മാത്രമേ ഉള്ളൂ.
സ്തോത്രം. എന്നാൽ ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ ജസ്റ്റിസിനെ മാറ്റുവാനോ അതിനെ ലഘൂകരിക്കുവാനോ ദൈവത്തിനാകട്ടെ മറ്റു ഒരു സൃഷ്ടിക്കും ആർക്ക് പോലും സാധ്യമല്ല. ഡിവൈൻ ലോ അങ്ങനെയാണ്. അപ്പോൾ ഡിവൈൻ ലോയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തുവാൻ വേണ്ടിയാണ് ദൈവം തന്നെ നിയമദാതാവായി ആയവൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനെ പോലെ ശരീരം പ്രാണൻ ആത്മാവുള്ളവനായിട്ട് മനുഷ്യൻ്റെ ശരീരം പ്രാണൻ ആത്മാവിലുള്ള ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് അവൻ ശാരീരികമായി മരിക്കേണ്ട സ്ഥാനത്ത് ശാരീരമായിട്ട് മരിക്കുകയും അവൻ്റെ പ്രാണനും ആത്മാവും ദുഷ്ടന്മാർ പാപം ചെയ്ത ദേഹികൾ പോയി കഷ്ടം സഹിക്കുന്ന ഷിയോൾ അല്ലെങ്കിൽ ഹേഡീസ് എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മലയാളത്തിൽ പാതാളത്തിൽ എന്ന സ്ഥലത്ത് പോയിട്ട് സ്തോത്രം മാനവജാതിക്ക് പകരമായിട്ട് കഷ്ടം അനുഭവിച്ചു, മരണം അനുഭവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 16:10 എബ്രായ ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നത് അങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ മാത്രമേ ഡിവൈൻ ഗവൺമെൻറ്റിന് പൂർണ്ണ നീതി വരികയുള്ളൂ. എന്നാൽ പല വിദഗ്ധന്മാരായ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ പോലും അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിലല്ല പാപം ആരംഭിച്ചത്, പാപം ആരംഭിച്ചത് പ്രാണനിലാണ്. മോഹം ഗർഭം ധരിച്ചു. മോഹം എങ്ങനെയാണ് വരുന്നത്? ഒരു നോളജ് വരുമ്പോൾ അവൻ്റെ ഇമോഷനിലുള്ള ഒരു പുതിയ ഇമോഷൻ, ആ വന്ന നോളജിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഡെവലപ്പാണ്. ആ ഇമോഷൻ അവനെ ഭരിച്ചു. അവൻ്റെ മനസ്സാക്ഷി അത് തെറ്റാണെന്ന് വിധിച്ചിട്ടും അവൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് തൻ്റെ മോഹത്തെ അനുസരിക്കുകയാണ്. അങ്ങനെയാണ് പാപം ആരംഭിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് പഠിച്ചതാണ്. എന്നാൽ ഇതിൽ നിന്നും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ ഡിവൈൻ ഗവൺമെൻറ് വിധിച്ചതായ ശിക്ഷയെ ഇളവ് ചെയ്യുവാനോ ലഘൂകരിക്കുവാനോ ദൈവത്തിന് സാധ്യമല്ല. എന്നാലും ദൈവത്തിന് വേണമെങ്കിൽ ഒന്നാം മനുഷ്യനായ ആദാമിനെയും ഹവ്വയെയും വേണമെങ്കിൽ കൊന്നു കളഞ്ഞിട്ട് ഡിവൈൻ ഗവൺമെൻറ് സാറ്റിസ്ഫാക്ഷൻ വരുത്താമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ മുന്നോട്ട് പോകില്ല. അതേ സമയത്ത് അതിനു മുമ്പുണ്ടായിരുന്ന സൃഷ്ടികളാണല്ലോ ലൂസിഫർ സംഘവും. അവരും ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പെട്ടതായിരുന്നു, മോറൽ ഏജൻസ് ആയിരുന്നു. അവർ പാപം ചെയ്തപ്പോൾ ദൈവം അത്യുഗ്രമായിട്ട് അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. നമ്മൾ യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 12 തുടങ്ങി, അതേപോലെ തന്നെ യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങിയുള്ള വാക്യങ്ങളൊക്കെ ഇക്കാര്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ അതേപോലെ ഒരു മോറൽ ഏജൻറ്റ് ഡിവൈൻ ഗവൺമെൻറ് ലോ തെറ്റിച്ചപ്പോൾ ദൈവം ശിക്ഷിക്കുകയല്ല ചെയ്തത്. ശിക്ഷിച്ചിരുന്നെങ്കിൽ റിബല്യം വർദ്ധിക്കതേ ഉള്ളൂ. നമുക്കത് കായിന് അറിയാൻ സാധിക്കും. കായിൻ ഹാബേലിനെ കൊന്നിട്ട് ദൈവം വന്ന് ചോദിക്കുമ്പോൾ നിന്റെ അനുജനായ ഹാബേൽ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ദൈവത്തോട് കയർക്കുകയാണ് ചെയ്യുന്നത്. റിബല്യം വർദ്ധിച്ചു വരികയാണ്. അവിടെയാണ് തൻ്റെ പ്രജകളുടെ റിബല്യന് ശരിക്കും മനസ്സിലാക്കണം. തൻ്റെ പ്രജകളുടെ റിബല്യൻ സ്വഭാവത്തെ നമ്മൾ ഓരോരുത്തരിലും അത് വ്യാപരിക്കുന്നുണ്ട്. എത്ര വിശുദ്ധനെന്ന് പറഞ്ഞാലും എത്ര വലിയ പാസ്റ്റർ എന്ന് പറഞ്ഞാലും അവനിലും ഇത് വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചിലർ വ്യാപരിക്കുന്നുണ്ട്. ആ റിബല്യനെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം ഇത്രയും കഠിനമായ ശിക്ഷ കൊടുത്തവനായ ദൈവം തന്നെ ഈ റിബലായി നിൽക്കുന്ന മനുഷ്യനെ പോലെ ശരീരം പ്രാണൻ ആത്മാവുള്ളവനായിട്ട് തൻ്റെ ഉന്നതമായ പദവികളൊക്കെയും ഒഴിച്ചു വെച്ച് തന്നെ ഒഴിച്ചു വെച്ച് അവന് പകരമായിട്ട് അവൻ്റെ മേലുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവന് പകരമായിട്ട് മരിക്കുന്നത്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ kept it ഓപ്പൺ. എല്ലാ സൃഷ്ടികളുടെയും, ദൂതന്മാരുടെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും സർവ്വ സൃഷ്ടികളുടെ മുമ്പിലും ദൈവം അത് ഓപ്പണായിട്ട് നിർത്തിയിരിക്കുകയാണ്. മുൻപത്തെ വിധി കണ്ടിട്ട് ആത്മീയ ഗോളത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ പ്രജകളുടെ ഉള്ളിൽ ഒരു അതിഭയാനകമായ ഭീതിയായിരുന്നു ജനിച്ചത്. ഇത്രയും കഠിനനായ ദൈവമെന്ന്. എന്നാൽ അതേ ദൈവം തന്നെ ഇത്രയും ക്രൂരരായി തീർന്ന മനുഷ്യർക്ക് വേണ്ടി അവരെത്രമാത്രം ഉപദ്രവിക്കുമ്പോഴും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എന്നെല്ലാം എഴുതിയിരിക്കുന്നത് പോലെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ മുൻ കാര്യങ്ങളെ അറിഞ്ഞിരുന്ന ആത്മീക ലോകം, സ്വർഗീയ ദൂതന്മാർ വിസ്മയിച്ചു നോക്കുകയാണ്. എന്താണ് ഇത്രയും വലിയവനായ ദൈവം, ഈ മനുഷ്യർ ഇത്രമാത്രം ദോഷകരമായ പ്രവൃത്തികൾ ചെയ്തിട്ടും അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ആയിരിക്കുന്നത്. അവരെ വിസ്മയിച്ചുകൊണ്ട് നോക്കിയാണ്.
ഹല്ലേലൂയ. അതാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന പ്രതിഫലം ഓർത്തുകൊണ്ട്. അവന് പ്രത്യേകമായിട്ട് പുതുതായിട്ടൊന്നും കിട്ടാനില്ല, ഓൾറെഡി അവനുള്ളതാണ്. അതിനെ ഒഴിഞ്ഞു വെച്ചിട്ടാണ് അവന് വന്നത്. എന്നാൽ ദോഷികളും ശത്രുക്കളുമായി തീർന്ന, റിബലിയസ് ആയി തീർന്ന നമ്മൾ വീണ്ടെടുത്ത് തന്നോട് നിരപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് നിരപ്പിക്കുന്ന ആ വലിയ സന്തോഷത്തെ ഓർത്തുകൊണ്ട് ക്രൂശിനെ സഹിച്ചു. എന്നിട്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കേണ്ട ശിക്ഷ ഇവൻ ലൂസിഫർ സംഘവും അനുഭവിക്കുന്നേക്കാളും അതികഠിനമായ ശിക്ഷയാണ് മാനവജാതിയുടെ മേൽ വരേണ്ടത്. കാരണം അനേക വെളിച്ചങ്ങൾ ദൈവം നമുക്ക് അതിൽ നിന്ന് പഠിച്ചു കിട്ടി. ഹല്ലേലൂയ. ലൂസിഫർ സംഘത്തെയും ശിക്ഷിച്ച് നമുക്ക് മാനവജാതിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രമാണം, ഡിവൈൻ ലോയെ ലംഘിച്ചാൽ അതിക്രൂരമായ ശിക്ഷയായിരിക്കുമെന്ന്. എന്നിട്ടും ദൈവം മാനവജാതിയെ ശിക്ഷിക്കാതെ താൻ തന്നെ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത് നോക്കുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് പ്രദർശിപ്പിച്ച് നിർത്തുകയാണ് ദൈവം, പരസ്യമായിട്ട് നിർത്തുകയാണ്. അതിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ റിബല്യസ് സ്വഭാവം മാറണം. അവൻ്റെ റിബല്യസ് ആയിട്ടുള്ള സ്വഭാവം മാറണം. മാനവജാതി മുഴുവനും തൻ്റെ തെറ്റുകളെ സെൽഫ് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. ഇത് ഏതും തോട്ടം നമുക്ക് കിട്ടിയതാണ്. നാം പാപം ചെയ്തപ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങനെയായി പോയി, നമ്മുടെ നേച്ചർ അങ്ങനെയായി തീർന്നു. അതിൽ നിന്നും മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാൻ, മനുഷ്യന്റെ ആ നേച്ചറിനെ മാറ്റിയെടുക്കുവാൻ തക്കോടെ ദൈവം പരസ്യമായിട്ട് നിർത്തിയേക്കാണ്. ഇതുവരെ നടന്നതിലും ഇനി യുഗായുഗങ്ങളിലും നടക്കാൻ പോകുന്നതിലും ഏറ്റവും വലിയ സംഭവമാണ് കാൽവരി ക്രൂശിൽ നടന്ന സംഭവം. അതാണ് പ്രായശ്ചിത്തത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതിലേക്ക് നോക്കിയിട്ട് ഏതൊരു ഹൃദയത്തിന്, ഏതൊരു മനസ്സിന് ആമേൻ ഉരുകാതിരിക്കാൻ സാധിക്കും, സെൽഫിനെ റിനൗൺസ് ചെയ്യാതിരിക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിക്ക് എൻ്റെ സൃഷ്ടിതാവായ ദൈവം, ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കുന്ന നിയമങ്ങളുള്ളവനായ ദൈവം, തനിക്ക് മുമ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ മാനവജാതിക്ക് മുമ്പുണ്ടായിരുന്ന ദൂതഗണത്തെ ഇത്രയും ക്രൂരമായി ശിക്ഷിച്ചവനായ ദൈവം, ഈ ദ്രോഹിയായ ഞാൻ ഇത്രമാത്രം തെറ്റ് ചെയ്തിട്ടും എനിക്ക് പകരമായിട്ട് എൻ്റെ വ്യക്തിപരമായ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിപ്പാൻ, അതും സാധാരണ ഒരു മരണമല്ല. സാധാരണ ഭക്തരൊക്കെ മരിക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടിയാണ് ശരീരം വിട്ടു പോകുന്നത്. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു ശബ്ദമാണ് നാം കേൾക്കുന്നത്. കാരണം അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ ബന്ധിരിക്കുകയാണ്. സാധാരണ വിശുദ്ധന്മാരെ മനുഷ്യർ തന്റെ ശരീരം വിട്ടു പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടെ, വലിയ ഓട്ടം തികച്ചവരായിക്കൊണ്ട്, വിശ്വാസം കാത്തവരായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതേ സമയത്ത് തന്റെ അരികത്ത് നിൽക്കുന്നവർ ഇനി ഭാവിയിൽ വരുവാനുള്ളവർക്കും പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ശരീരത്തിന് വേർപെടുമ്പോൾ ഇവിടെ അയ്യം വിളിക്കുന്ന ശബ്ദമാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നാം കൈവിട്ടു പോകേണ്ട സ്ഥാനത്താണ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമുക്ക് പകരമായിട്ട് മനുഷ്യയായിട്ട് അവതരിച്ച് നമ്മുടെ മേലെ ശിക്ഷ ഏറ്റെടുത്തതെന്ന് കാണുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകണം. ഈ ഒരു കാര്യത്തെ ഞാൻ ഈ ചിത്രത്തിൽ കൂടെ നിങ്ങളൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ചിത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. മാനവജാതി മുഴുവനും ആക്ഷരികമായിട്ട് പറയുകയാണെങ്കിൽ ആദാമാണ് അവരുടെ ഹെഡ്. എന്നാൽ ആത്മീയമായിട്ട് പറയുമ്പോൾ അവർ തെറ്റ് ചെയ്ത് മുഴുവൻ അവർ പാപത്തിന് അടിമകളായി തീർന്നു. സേറ്റാൻ അവരുടെ ഹെഡാണ്. അനുസരണക്കേടിന്റെ മക്കളെ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അപ്പൊ ഏദൻ തോട്ടത്തിൽ നടന്നത് നിത്യനായ ദൈവത്തെ, അവരുടെ സോളിലുണ്ടായിരുന്ന നിത്യനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് സെൽഫിനെ സ്വീകരിച്ചതായിരുന്നു. ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് ഒറിജിനൽ അവസ്ഥയിലേക്ക്, ഈ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ഈ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരണം. ഇത് സെൽഫിന്റെ ഡിസയർ ആയിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ജഡമോഹങ്ങൾക്കും മനവികാരങ്ങൾക്കും അനുസരിച്ച് നടന്ന് ദൈവക്രോധത്തിന്, പ്രകൃതിയാൽ ദൈവക്രോധത്തിന് അവകാശികളായി തീർന്നു. ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നാച്ചുറൽ എബിലിറ്റി കൊണ്ട് ഇത്രയും വലിയവനായ ദൈവത്തെ ഒരു പാമ്പിൽ കൂടെ വന്ന് ശബ്ദം കേട്ടുകൊണ്ട് ത്യജിച്ചു കളഞ്ഞ് സ്വയത്തെ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം പറയുന്നത്, ദൈവവചനത്തിലൂടെ പറയുന്നത്, യെസ് യു ഹാവ് ദ എബിലിറ്റി ടു റിനൗൺസ് മീ. ആ സെയിം എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നീ നിന്റെ സ്വയത്തെ ത്യജിച്ച് കളഞ്ഞ് എന്നെ നിന്റെ കർത്താവ് രക്ഷിതമായിട്ട് സ്വീകരിക്കുക. അതാണ് ലൂക്കോസ് 9:23 പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് മാനസാന്തരം.
ടെമ്പററിയോ അല്ലെങ്കിൽ കുറച്ച് മോറൽ സിൻസോ കുറച്ച് മോറൽ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നതല്ല. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നതല്ല. നമ്മുടെ സെൽഫ് ഡിസയേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോഹങ്ങളുടെ ആഗ്രഹങ്ങളെ നടത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഹിതത്തിലേക്ക് മാറുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് മാനസാന്തരം. ഈ സംഭവം നടക്കുമ്പോൾ പ്രത്യേകമായി പല കാര്യങ്ങളും ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലോ പ്രാണനിലോ ആത്മാവിലോ ഘടനാപരമായിട്ട് അടിസ്ഥാന ഘടകങ്ങളിലെ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. സെയിം പ്രാണൻ, സെയിം ആത്മാവ്, സെയിം ശരീരം തന്നെ. മുൻപേ നാം പാപത്തിന് ദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്കോട് ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്നത് മുമ്പേ നീ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ ഇപ്പോൾ നീ പൂർണ്ണമായിട്ടും ദൈവത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് ആ വചനം വായിക്കാം. റോമാലേഖനം ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 17 തുടങ്ങി 19 വരെ വാക്യങ്ങളാണ്. റോമൻസ് 6-ാം അധ്യായം 16 തുടങ്ങി ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്തവന് ദാസന്മാരാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ. കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്, ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇത് ഓൾറെഡി അപ്രകാരം അനുസരിച്ച റോമൻ സഭയ്ക്കാണ് പോൾ ലെറ്റർ എഴുതുന്നത്. ഇന്ന് നമ്മളോട് പറയുന്നത് ഇതിൽ ഓൾറെഡി സ്വാതന്ത്ര്യം ലഭിച്ചവരുണ്ട്, ഇനി ലഭിക്കാത്തവർ ഇപ്പോഴോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വീഡിയോ യൂട്യൂബിൽ നിന്ന് കേൾക്കുമ്പോഴോ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സ്തോത്രം. മുമ്പേ നമ്മുടെ സെൽഫ് ഡിസയേഴ്സിനെ നടത്തിക്കൊണ്ട് പാപത്തിന് ദാസന്മാരായി വിറ്റവനായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആ കഴിവ് കൊണ്ട്, നാച്ചുറൽ എബിലിറ്റി കൊണ്ട് ആ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ദാസന്മാരായി തീരുമാനമൊക്കെ വേണം. നമ്മുടെ ഹൃദയത്തിലെടുക്കുന്ന തീരുമാനം, അതാണ് റിപ്പൻഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റൻഷൻ, ചേഞ്ച് ഇൻ ദ ഫൈനൽ ഇന്റൻഷൻ. അല്ലാതെ ഒരു മതത്തിൽ നിന്ന് ഒരു മറ്റു മതം മാറുന്നതോ അല്ലെങ്കിൽ കുറച്ച് മോറൽ സീൻസിനെ അവോയ്ഡ് ചെയ്യുന്നതോ ഇതൊന്നും മാനസാന്തരമല്ല. താൽക്കാലിക ചില ആശ്വാസത്തിന് വേണ്ടിയിട്ടോ താൽക്കാലിക മറ്റു ചില പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ആശ്വാസമല്ല. യേശു ക്രിസ്തു അടങ്ങും പ്രവർത്തിക്കുന്നില്ല. മിക്കവാറും കൺവെൻഷനുകളിലോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൊക്കെയും കേൾക്കുന്നത് തന്നെയാണ് ടെമ്പററി ഒരു സോഷ്യൽ വെൽഫെയർ സെന്റർ പോലെ. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചില പ്രയാസങ്ങൾ ഭാരങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊരു ആശ്വാസം കൊടുക്കുന്നവനായ യേശു. അതൊന്നും ക്രിസ്തു അല്ല. മറ്റൊരു ഡിഫറൻസ് ആത്മാക്കളും മറ്റൊരു യേശുവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നടക്കുന്ന മാറ്റം, ഇതുവരെയും സെൽഫ് ഡിസയേഴ്സിനെ ആയിരുന്നു നിങ്ങൾ താലോചിച്ചു കൊണ്ടിരുന്നത്, സെൽഫ് ഡിസയേഴ്സിനെ ആയിരുന്നു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിനെ മാറ്റിക്കളഞ്ഞ് ഈ കേൾക്കുന്ന വചനപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് റിപ്പൻഡൻസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളത് വായിച്ചു. ഇതെങ്ങനെ പ്രവർത്തിക്കും? നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്? സെൽഫിന്റെ സ്വഭാവം എന്താണ്, എന്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സെൽഫിനെ പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെയാണ് സുവിശേഷത്തിന്റെ അതിമഹത്തായ സ്നേഹം നാം വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 44 തുടങ്ങിയുള്ള വാക്യങ്ങൾ എടുക്കുക. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 6 44 ഓൺവേർഡ്സ്. യേശുക്രിസ്തുവിനെ പറയുന്ന കാര്യമാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. യശയ്യാപ്രവചനം 54-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും.
പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല, ദൈവത്തിന് അടുക്കുന്ന വന്നിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഇതാണ് ഇപ്പോൾ നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിതാവ് ആകർഷിക്കുന്ന രീതി, ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയയാണ് പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത്. പിതാവ് ദൈവം ആരംഭിക്കുന്നു, വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പിതാവ് ആകർഷിച്ചിട്ട് പരിശുദ്ധാത്മാവാണ് സുവിശേഷകരിൽ കൂടെയോ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കി തരത്തക്ക വിധത്തിലോ നിങ്ങളുടെ കുറവ് എന്താണ് നിങ്ങൾ നടക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഭരിക്കുന്ന എന്താണ്, നിങ്ങൾ ആരുടെ സാറ്റിസ്ഫാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരോ ആണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ഇന്റലക്റ്റിന് മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അത് നമുക്ക് വാക്യങ്ങൾ എടുത്ത് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം തുടങ്ങി നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ന്റെ 8 തുടങ്ങി 7 കൂടെ വായിച്ചേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് സുവിശേഷത്തിൽ കൂടെ ആകാം, ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ കൂടെ ആകാം, നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇടപെടാം, ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം. എന്നാൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്നിടത്തോളം, ഒരു സ്വതന്ത്ര മനസ്സിന്റെ ഉടമയായിരിക്കുന്നിടത്തോളം നിങ്ങളുടെ സമ്മതം കൂടാതെ, നിങ്ങളുടെ പ്രവൃത്തി കൂടാതെ നിങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനും ദൈവത്തിനാകട്ടെ സേറ്റാനിക് കിങ്ഡത്തിനാകട്ടെ സാധ്യമല്ല. വളരെ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു സ്വതന്ത്ര മനസ്സിന്റെ ഉടമയാണ്. നിങ്ങൾ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. അതേപോലെ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും ദുഷ്ടാത്മാക്കളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ പ്രവൃത്തി നിങ്ങൾ നടത്തിയെടുക്കുന്നത്. ഇതിന്റെ പഴയ നിയമത്തിൽ നമുക്ക് ചെറിയൊരു ഉദാഹരണം വായിക്കാം. മലാക്കി എഴുതിയ പുസ്തകം, പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 5 വരെ ഉള്ള വാക്യങ്ങളാണ്. അത് മുഴുവൻ ഇപ്പൊ വിവരിക്കാൻ സമയമില്ല. കർത്താവ് കൃപ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ വിവരിക്കാം. എന്നാൽ ഞാൻ അതിന്റെ ചെറിയൊരു ഉള്ളടക്കം പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടത് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇത് സ്നാപകയോഹന്നാനെ കുറിച്ച്, യേശുക്രിസ്തുവിന് മുമ്പായിട്ട് അയക്കപ്പെടുന്ന സ്നാപകയോഹന്നാനെ കുറിച്ച് കൊണ്ട് ഏകദേശം 300ഓളം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു പ്രവചനമാണ്. സ്തോത്രം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന്, യേശുക്രിസ്തുവിന് മുമ്പായിട്ട് വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ, അവിടെ യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പോൾ തന്റെ മന്ദിരത്തിലേക്ക് വരുന്നത് ഫിസിക്കലായിട്ട് യേശുക്രിസ്തുവിന് മുന്നാടിയായിട്ട് സ്നാപകയോഹന്നാനെ അയച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ സ്നാപകയോഹന്നാൻ ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എടുക്കുക. യെശയ്യാവ് 40-ന്റെ 3-ാം വാക്യം. കേട്ടൊരുത്തും വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന്റെ പെരുവഴി നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും എല്ലാ മലയും കുന്നും താണും വരണം. എല്ലാ താഴ്വരയും നികന്നും പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ വക്രതയുടെ അകൃത്യത്തിന്റെ അടിമത്വത്തിൽ കിടന്നുകൊണ്ട് താഴ്വരയുടെ അവസ്ഥയിൽ കിടക്കുന്ന അവര് നികന്നു വരണം. അതിനാണ് സുവിശേഷം അറിയിക്കുന്നത്. എല്ലാ മലയും കുന്നും താണു വരണം. ദൈവവചനത്തോട് എതിർത്തു നിൽക്കുന്ന എല്ലാ സ്വഭാവങ്ങളും, എല്ലാ ഉയർച്ചയുടെ സ്വഭാവങ്ങളും, എല്ലാ മലയുടെ അവസ്ഥകളും, എല്ലാ കുന്നും താഴ്ന്നു വരണം. അല്ലാത്തോടത്തോടത്ത് ക്രിസ്തു പ്രവർത്തിക്കുകയില്ല. ഞാൻ, എൻ്റെ സഭ, എൻ്റെ ഡിനോമിനേഷൻ, എൻ്റെ പാരമ്പര്യം, ഇതിലൊന്നും ക്രിസ്തു പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, സ്നാപകയോഹന്നാന്റെ സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ വന്നപ്പോൾ അവൻ എന്താ ചെയ്തത്? എന്നാൽ യോഹന്നാൻ പ്രസംഗം കേട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് കടന്നു വരുന്നവരൊക്കെ തന്നെ അവൻ സ്നാനപ്പെടുത്തി. ഇവിടെ എല്ലാ താഴ്വരയും നികുന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായി തീരണം. വളഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
അല്ലെങ്കിൽ വക്രമായ ക്രൂക്കഡ് വേസ്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന എന്താണ്? സ്തോത്രം. എവറി വാലി ഷാൽ ബി എക്സോൾട്ടഡ് ആൻഡ് എവറി മൗണ്ടൻ ആൻഡ് ഹിൽ ഷാൽ ബി മേഡ് ലോ ആൻഡ് ദ ക്രൂക്കഡ് ഷാൽ ബി മേഡ് സ്ട്രൈറ്റ്. വളഞ്ഞ മാർഗത്തിൽ കൂടെയുള്ള സംസാരം, വളഞ്ഞ മാർഗത്തിൽ കൂടെ പലതും നേടുന്ന സ്വഭാവം, വളഞ്ഞ മാർഗത്തിൽ കൂടെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്ന സ്വഭാവം, കൈക്കൂലി കൊടുക്കുന്നത്, പോലീസിനെ വശീകരിക്കുന്നത്, ഇങ്ങനെ കാര്യസാധ്യത്തിനു വേണ്ടി ചിലപ്പോൾ വളരെ ലളിതമെന്ന് തോന്നിയേക്കാം, തൽക്കാലം ചെറിയൊരു നുണ പറഞ്ഞുകൊണ്ട് കാര്യം നടത്തിയെടുക്കുക. ഇതെല്ലാം തന്നെ ക്രൂക്കഡ് വേസ് ആണ്. അപ്പൊ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ യേശുവിന്റെ മുന്നോടിയായിട്ട് കൊണ്ട് സ്നാപയോഹന്നാൻ അയച്ചുകൊണ്ട് ഇത്തരം പറഞ്ഞുവെങ്കിലോ, ഇവിടെ പുതിയ നിയമത്തില് ഇപ്പോൾ ശുശ്രൂഷയില് പരിശുദ്ധാത്മാവാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് താഴ്വരയുടെ അവസ്ഥയിലാണെങ്കിൽ അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് എക്സോട്ട് നടിച്ചതുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാം. അവരുടെ എല്ലാ ഉയർച്ചകള്, പാരമ്പര്യത്തിന്റെ ഉയർച്ചകള്, കുടുംബ പാരമ്പര്യത്തിന്റെ ഉയർച്ചകള്, വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചകള്, ആരോഗ്യത്തിന്റെ ഉയർച്ചകള്, എവിടെയൊക്കെ ക്രിസ്തുവിനെതിരായിട്ട് നിൽക്കുന്ന കോട്ടകളുണ്ടോ, സ്ട്രോങ് ഹോൾസ് ഉണ്ടോ, ഇതെല്ലാം ഇടിച്ച് കളയത്തക്ക വേണം പല പ്രവൃത്തികളും പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. അവിടെ ചെയ്തെടുക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ തന്നെ നാം താഴ്ത്തണം. നാം ഒരു മോറൽ ഏജന്റ് ആണ്. അവിടെ മാത്രമേ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. അല്ലാത്തിടങ്ങളിൽ വെളിപ്പെടുന്ന ഒന്നും ക്രിസ്തു അല്ല. നമ്മുടെ ശരീരത്തിനോ നമ്മുടെ പ്രാണനിലെ മോഹങ്ങൾ നിവർത്തിക്കുകയോ ഒക്കെ നടത്തിയെടുക്കുന്ന ഒന്നും ക്രിസ്തു അല്ല. സ്തോത്രം. എല്ലാ വളഞ്ഞ മാർഗങ്ങളും ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നുണ്ട്. ഇതായിരുന്നു യോഹന്നാന് കൊടുത്തത് ശുശ്രൂഷ. അപ്പോൾ അവിടെ ഞാൻ അധികം ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഒരു സമയത്ത് ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ ആമേൻ അതിനെ കുറിച്ച് കൊണ്ട് വിശദീകരിക്കാൻ ഇടവരുമ്പോൾ ആ കാര്യം വിശദീകരിക്കുക. അപ്പോൾ റിപ്പന്റൻസിന് വളരെ ശ്രദ്ധിക്കേണ്ടത്, റിപ്പന്റൻസിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിലാകട്ടെ, പ്രാണനിലാകട്ടെ, ആത്മാവിലാകട്ടെ യാതൊരു ഘടനാപരമായ മാറ്റവും സംഭവിക്കുന്നില്ല. പല തീറുകളും പലതും കൊണ്ടുവന്ന് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല. അതേ സോളും അതേ സ്പിരിറ്റും അതേ ശരീരവും മുൻപ് നാം പാപത്തിന് ദാസന്മാരായിട്ട് വിറ്റിരുന്നു. നമ്മുടെ കഴിവ് കൊണ്ട് തന്നെയാണ് നാം വിറ്റത്. നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കാനാണ് വിറ്റത്. അതേ കഴിവ് കൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് സ്വതന്ത്ര മനസ്സുണ്ട്, അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവം പിതാവ് ആകർഷിച്ചിട്ട് പരിശുദ്ധാത്മാവ് ദൈവം ആമേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഞാൻ കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവ് മറിയയുടെ ഉദരത്തില് ഒരു ശരീരം രൂപപ്പെടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ യേശു ജനിക്കുവാൻ തക്കവണ്ണം മറിയയുടെ ഇടത്ത് ഇടപെട്ടതുപോലെ പറഞ്ഞെന്താണ് ഉത്ഭവിക്കുന്നത് പരിശുദ്ധാത്മാവിലായിരിക്കും. അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയാൽ മറിയയുടെ ഗർഭപാത്രത്തില് യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തികളാൽ നിങ്ങളുടെ ഹൃദയത്തില് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു ഉരുവാകണം. ഈ പ്രവൃത്തിയെ പറയുന്നത് ഉരുവാകുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതാണ് വീണ്ടും ജനനം. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഉത്തരവാദിത്തം ഒരു സഭയ്ക്കും കൊടുത്തിട്ടില്ല, ഒരു പാസ്റ്റർമാർക്കും കൊടുത്തിട്ടില്ല, ഒരു പോപ്പിനും ഒരു തിരുമേനിക്കും കൊടുത്തിട്ടില്ല. സുവിശേഷം കേട്ടിട്ടല്ലാതെ സാധ്യമല്ല. അപ്പൊ സുവിശേഷത്തിൽ കൂടെ ഞങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ സത്യം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഇതുവരെ നിങ്ങളുടെ സോളിനകത്ത് നടന്നിരുന്ന മോഹങ്ങളുടെ ഡിസൈർസിന്റെ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾ കാറ്ററിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പാപത്തിന്റെ ദാസന്മാരാണ്, നിങ്ങൾ തന്നെയാണ് വിറ്റത്. അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവിനാൽ നിങ്ങൾ തന്നെ അതിനെ ഉപേക്ഷിച്ച് നീതിക്ക് ദാസന്മാരായി തീരുക യേശു ക്രിസ്തു മുഖാന്തരം. അപ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയാൽ നിങ്ങളുടെ വളഞ്ഞ വഴികള് പാപസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് റിനൗൺസ് ചെയ്യുവാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവാണ് ക്രിസ്തു എന്ന ബീജത്തെ നാം 1 പത്രോസ് 1:23 വായിക്കുന്ന പോലെ കെടുന്ന ബീജത്താലല്ല കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിക്കുന്നത്. ഇവിടെ സോള് കെട്ടിയിരിക്കുകയായിരുന്നു, എല്ലാം ഡാർക്കായി തീർന്നു. എന്നാൽ ജീവനുള്ളവനായി ക്രിസ്തു നമ്മുടെ സോളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ
ഈ മരിച്ചിരുന്ന, നിങ്ങൾ കാണാൻ പറ്റില്ല ചിത്രം റൈറ്റ് സൈഡിൽ ടോപ്പില്, ഈ ചിത്രം, ഈ ആത്മാവ്, മരിച്ചിരുന്ന ആത്മാവ് വീണ്ടും ബ്രൈറ്റായി തീരുകയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടത് വീണ്ടും ജീവിക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് വീണ്ടും ജനനം. ഇതിനെയാണ് കർത്താവ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കാണുവാൻ സാധ്യമല്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ, അതാണ് ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ നിങ്ങളുടെ സെൽഫ് എന്താണ്, സെൽഫിന്റെ ഡിസയേഴ്സ് എന്താണ്, പാപസ്വഭാവം എന്താണ്, എന്താണ് പാപം എന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണം. പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് മാത്രമല്ല, ഞാൻ പ്രസംഗിച്ച് കേട്ടുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സോളിനകത്ത് ഈ ശബ്ദം കേൾക്കും ഇപ്പോൾ വെളിപ്പെടുത്തി വരും. നിങ്ങൾ എവിടെയാണ് ഗർവിച്ച് നിൽക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് മലയുടെ സ്വഭാവമുള്ളത്, എവിടെയാണ് നിങ്ങൾക്ക് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉള്ളത്, ഇതിനെല്ലാം ഇടിച്ചു കളയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനെ ഇടിച്ചു കളഞ്ഞിട്ട്, എന്റെ ദൈവമേ, ഈ പ്രായശ്ചിത്തത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ദൈവം ഈ പ്രായശ്ചിത്തത്തെ പരസ്യമായി നിർത്തിക്കൊണ്ട്, നീ മരിക്കേണ്ട സ്ഥാനത്ത്, നിന്റെ ശരീരം കൂശി തൂങ്ങേണ്ട സ്ഥാനത്ത്, നിന്റെ പ്രാണനമാത്മാവ് യുഗായുഗങ്ങള് പാതാളത്തിൽ നരകത്തിലുമായിട്ട് വെന്തിരിയേണ്ട സ്ഥാനത്ത്, നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം, അവൻ നിന്നെ പോലെ ശരീരം പ്രാണനും ആത്മാവുള്ളവനായിട്ട് നിനക്ക് പകരമായി നിന്റെ മേലുള്ള ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് പകരമായിട്ട് അവന്റെ ശരീരം കൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി നിനക്ക് പകരമായിട്ട് കഷ്ടം അനുഭവിച്ചു. ഈ പ്രവൃത്തിയുടെ മുമ്പിൽ നിന്റെ ഹൃദയം മുരുകണം. ഇതേ ദൈവം തന്നെയാണ് ലൂസിഫർ സംഘത്തെ ശിക്ഷ വിധിച്ചത്. അതേ ക്രോധത്തിന് മാറ്റമില്ല, അതേ ഡിവൈൻ ഗവൺമെന്റിന്റെ ജസ്റ്റിസിന് മാറ്റമില്ല. ജസ്റ്റിസിന്റെ ഡിമാൻഡ് അത് തന്നെയാണ്. അതാണ് നാം സ്തോത്രം ഇവിടെ കൃപാസനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. കൃപാസനത്തിന്റെ മേലെ, നിയമപ്പെട്ടകത്തിന്റെ മേലിലാണ് കൃപാസനം കവർ ചെയ്യുന്നത്. നിയമപ്പെട്ടകം വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും സദാ മരണശിക്ഷയെ വിധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നീ മരിക്കണം, നീ മരണയോഗ്യൻ. എന്നാൽ കൃപാസനം അതിന് ടോട്ടലായിട്ട് കവർ ചെയ്യാണ്. നിന്റെ വ്യക്തിപരമായ പാപങ്ങളാൽ, സ്തോത്രം, ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇത് ക്രിസ്ത്യൻഡത്തിൽ വലിയ തെറ്റായിരിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചിരിക്കുന്നതാണ്. സ്തോത്രം, ഇമ്പ്യൂട്ടേഷൻ ഓഫ് ആദംസ് സിൻ. ആദാമിന്റെ പാപത്തെ അവന്റെ പ്രജകളായിരിക്കും, അല്ലെങ്കിൽ അവന്റെ സന്താനങ്ങളായിരിക്കും നമ്മുടെ മേളിലൊക്കെയും തന്നെ പകരപ്പെട്ടിരിക്കുന്നു. ഇറസിസ്റ്റിബിളി, നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം, സ്തോത്രം, ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ ആദാമിന്റെ പാപത്തെ, അല്ലെങ്കിൽ അതിന്റെ ആ കറപ്റ്റഡായ നേച്ചറിനെ നമ്മളിലേക്ക് പകർന്നു. അങ്ങനെയാണെങ്കിൽ അവർ മോറലൈസ് ഉണ്ടായിരിക്കില്ല. അതിന് വേണമെങ്കിൽ കുറച്ച് വചനം വായിക്കാൻ തെറ്റായ ഉപദേശം നമ്മൾ ഞാനത് റോമാലേഖനം 5-ാം അധ്യായം പഠിപ്പിക്കാൻ വെച്ചിരുന്നതാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 12 ഒന്നെടുക്കുക. ആദ്യം നിങ്ങൾ ബൈബിൾ എടുത്തോളൂ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലേക്കല്ല കടന്നിരിക്കുന്നത്. എക്സാമ്പിള്, കായിന്റെ അടുത്ത് ദൈവം സംസാരിക്കുമ്പോൾ നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ തുടർന്ന് പറയുന്നതാണ്, യാഗം കഴിക്കുന്ന സമയത്ത്, യാഗം കഴിക്കുന്ന സമയത്ത് ഹാബേലിലും അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായലിലും അവന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. കായലിന് കോപമുണ്ടായി. ആ വാക്യം കൂടെ വായിച്ചേക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ഹാബേലും 3-ാം വാക്യം കൂടി ചേർന്ന് വായിക്കാം. കുറെ കാലം കഴിഞ്ഞിട്ട് കായൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിൽ പ്രസാദിച്ചു. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല, എന്തുകൊണ്ട് പ്രസാദിച്ചെന്ന കാര്യം ഒരു ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ്. എന്നാൽ അല്പമായിട്ട് ഞാൻ പറയാം. പലരും തെറ്റായ കാര്യം പറയുന്നുണ്ട്. ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നുള്ള കൃഷിഫലങ്ങളെയാണ് കായൻ കൊണ്ടുവന്നത്, അതുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല. ഹാബേൽ ആട്ടിൻകുട്ടിനെ കൊണ്ടുവന്നു. ഇതൊന്നും അല്ല കാര്യം. മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി വരുവാനുള്ള ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പരമയാഗത്തെ കുറിച്ച് കൊണ്ട് അനുസ്മരിക്കുന്ന യാഗമായിരുന്നു കടിഞ്ഞൂലുകളിൽ നിന്ന്, ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവിടെ മേധസ് എടുത്തുകൊണ്ട്. മേധസ് എടുക്കണമെങ്കിൽ ഒരു രക്തച്ചൊരിച്ചിൽ വേണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. കായനിലും അവന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. കായന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറ യഹോവ കായനോട്, നീ കോപിക്കുന്നത് എന്ത്, നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്തെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. പാപം അവന്റെ അകത്തല്ല,
പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ അവന് കീഴടക്കാനുള്ള കഴിവുണ്ട്. ഇവൻ ഡിപ്രൈവ്ഡ് ആയിരിക്കുന്ന അവസ്ഥ തന്നെ, വീണുപോയ ആദാമിന്റെ സന്തതി ആയിരിക്കുമ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന പാപത്തോട് എതിർത്തു നിൽക്കാനുള്ള കഴിവ് അവനുണ്ട്. ശരിക്കും മനസ്സിലാക്കണം. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു, നീ അതിനെ കീഴടക്കണം. എന്നാൽ അവൻ കീഴടക്കിയില്ല, പാപം അവനകത്ത് കടന്നു. പാപത്തിന്റെ സ്വഭാവമാണ് എന്ത്? കുലപാതകം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ പിതാവിന്റെ മക്കള് എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അവൻ ആദ്യം മുതലേ കുലപാതകനാകുന്നു. അസാറിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. പിന്നീട് നാം നോക്കുകയാണെങ്കിൽ സ്തോത്രം, ഹാനോക്കിന്റെ കാര്യം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നോഹ ദൈവത്തോട് കൂടെ നടന്നു, അവന്റെ തലമുറയിൽ നീതിമാനായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ അകത്ത് പാപം വെച്ചുകൊണ്ടല്ല നടക്കുന്നത്. ഇപ്പൊ ഞാൻ റോമാലേഖനത്തിന്റെ തെറ്റായ കൺസെപ്റ്റ് അവിടെ പലരും ഇന്നും മിക്കവാറും സഭകൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ അതിന്റെ 19 വാക്യം എടുക്കാം, 5-ാം അധ്യായത്തിന്റെ 19. എന്തുകൊണ്ടാണ് അതിന് പഠിപ്പിക്കാനുള്ള കാരണം? ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാരായി തീരും. ഇപ്പോൾ imputation of Adam's sin irresistibly to his posterity, his generations എന്ന് കണക്കിടുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പാപത്തെ അവന്റെ പിൻതലമുറയ്ക്ക് അവരുടെ ഒരു പ്രവൃത്തിയും കൂടാതെ കണക്കിടുന്നുവെങ്കിൽ, ദൈവം അതൊക്കെ ചെയ്തുവെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ അനേകർ എല്ലാവർക്കും ഫ്രീ ജസ്റ്റിഫിക്കേഷൻ നടത്തണം. ഇതാണ് ആന്റിന്യൂമണിസം എന്ന് പറയും, അല്ലെങ്കിൽ കാൽവിൻ പ്രിൻസിപ്പിളൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്തു നിന്നാണ്. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീർന്നു. അപ്പോൾ സെൽഫ് എന്ന് പറഞ്ഞ ഫ്രീ ഇമ്പ്യൂട്ടേഷൻ, ഇറസിസ്റ്റബിളി ഫ്രീ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇറസിസ്റ്റബിൾ ഇമ്പ്യൂട്ടേഷൻ ഓഫ് ആദംസ് സിൻ ടു ഹിസ് ജനറേഷൻസ് ആണെങ്കിൽ, അതേ ദൈവം ഒരുവന്റെ ക്രിസ്തുവിന്റെ അനുസരണത്താൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും നീതിമാരെന്ന് കണക്കിടേണ്ടി വരും. ഇത് പഠിപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെ വ്യാജമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രീ ഇമ്പ്യൂട്ടേഷൻ, ഇറസിസ്റ്റബിൾ ഇമ്പ്യൂട്ടേഷൻ ഓഫ് ആദംസ് സിൻ ടു ഹിസ് ജനറേഷൻ എന്ന് പഠിപ്പിക്കാൻ കാരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദാമിന്റെ പാപം അവന്റെ പിൻതലമുറയ്ക്ക് അവർക്ക് എതിർത്തു നിൽക്കാൻ കഴിയാതെ വണ്ണം കണക്കിട്ടു, അങ്ങനെ എല്ലാവരും പാപികളായി തീർന്നു എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അനുസരണം, ഏകന്റെ അനുസരണത്താൽ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാരായി തീരണം. ഇത് ഇങ്ങനെ വ്യാജമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം തുടർന്ന് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ രക്ഷ നടന്നു കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രവൃത്തികൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കാതിരിക്കാൻ തക്കവണ്ണം ഇങ്ങനൊരു തന്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്കൊരു റിപ്പൻറ്റൻസിന്റെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന ആദാമിന്റെ പാപമല്ല നിങ്ങൾക്ക് വെളിപ്പെടുത്താം, നിങ്ങളുടെ പേഴ്സണൽ സിൻ. അവിടെ മറ്റു ആരെയും കുറ്റം പറയാതെ, ആദാമിനെയും കുറ്റം പറയണ്ട, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കുറ്റം പറയണ്ട, നിങ്ങളുടെ സമൂഹത്തെ കുറ്റം പറയണ്ട. ലോർഡ്, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. നിങ്ങളുടേതല്ലാത്ത പാപത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയില്ല. അനേക വാക്യങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഇത് ഒരു ഇൻസ്റ്റൻസിൽ നടക്കുന്നല്ല. ആദ്യത്തെ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരും, അതിന്റെ ശിക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തി തരും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല രീതിയിൽ വെളിപ്പെടുത്തി തരും. നരകത്തിന്റെ അവസ്ഥ നിങ്ങളുടെ സോളിലേക്ക് ശരിക്കും വെളിപ്പെടുത്തും. അല്പമായിട്ട് വിറച്ചു പോകും നിങ്ങൾ. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, ഒരു പക്ഷെ നിങ്ങൾക്ക് താങ്ങാൻ കഴിവില്ലാത്തത് കൊണ്ട് അത്രയ്ക്കും വെളിപ്പെടുത്തുന്നില്ലെന്നുള്ളൂ. ഞാനിത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് കൺവെർഷനിൽ ഞാനിത് വളരെ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഞാനൊരു തിയറി സ്ഥാപിക്കുകയല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിൽ അടയപ്പെടും. ഒരേ ഒരു വാതിൽ, ക്രിസ്തുവാദ വാതിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുറന്നു തരും. ഫ്രീ ജസ്റ്റിഫിക്കേഷൻ.
ആ ക്രിസ്തുവിനെ നിങ്ങളുടെ സോളിഡ് വാർഡ് അവനുമായിട്ട് ഒന്ന് ചേരായി തീരുവാൻ, അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി തീരുവാൻ നിങ്ങൾ എപ്പോൾ തീരുമാനമെടുക്കുന്നോ ആ സമയത്ത് നടക്കുന്ന പ്രവൃത്തിയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഈ സീഡാവുന്ന ക്രിസ്തുവിനെ, ബീജമാവുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ആത്മാവിൽ കൊണ്ടുവരുന്നതിന് വേറെ ഒരു പോപ്പിനോ ഒരു തിരുമേനിമാർക്കോ ഒരു സെൻട്രൽ പാസ്റ്ററിനോ എനിക്കോ അധികാരമില്ല. ഈ അധികാരം പരിശുദ്ധാത്മാവിൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിക്ചറിനടുത്ത് ഈ കോടിക്കണക്കിന് വരുന്ന ജനത്തിന്റെ മധ്യത്തിലാണ് ഈ സുവിശേഷം ക്രിസ്തുവേശുവിന്, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിതാവ് ആകർഷിച്ച് ഈ കേൾക്കുന്ന വ്യക്തികളിലേക്ക് പാപബോധം ഉളവാക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഏക സൊല്യൂഷൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി തീർന്ന ആ ക്രൂശിനെ നിങ്ങളുടെ സോളിലേക്ക് വെളിപ്പെടുത്തുകയാണ്. പരസ്യമായി നിർത്തിക്കൊണ്ട് പറയുകയാണ്, കുഞ്ഞെ, നിനക്ക് രക്ഷപ്രാപിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ. നീ വ്യക്തിപരമായി ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിന്റെ സോൾ ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ഇത് നിനക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയായുള്ളൂ. നീ നിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് സ്തോത്രം ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാകർത്തമായി സ്വീകരിച്ചു കൊള്ളുക. ഇതിനെ നീ സ്വീകരിക്കുന്ന മൂവ്മെന്റ്, തീരുമാനം എടുക്കുന്ന മൂവ്മെന്റില് പരിശുദ്ധാത്മാവ് ഉയർത്തെന്നവരെ ക്രിസ്തുവിനെ നിന്റെ സോളി വെളിപ്പെടുത്തും. ആ ബീജമാണ് നിന്നെ വീണ്ടും ജീവിപ്പിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു പുരുഷ ബീജം പ്രവേശിച്ചുകൊണ്ട് ഒരു ജനനം നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭപാത്രത്തിൽ യേശു ഉരുവായതുപോലെ, അതേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ മനുഷ്യ ആത്മാവിന്റെ ഉള്ളില് നിങ്ങൾക്ക് പാപബോധം വരുത്തി നിങ്ങളുടെ മനസ്സാക്ഷി ശക്തമായിട്ട് വെളിപ്പെടുത്തി തരും. നിങ്ങൾ പാപത്തെ ത്യജിപ്പാൻ, ഉപേക്ഷിപ്പാൻ തയ്യാറാവുന്നെങ്കിൽ ഉടനെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ വെളിപ്പെടുത്തും. നിങ്ങൾ സ്വീകരിച്ചാൽ ഉടനെ നടക്കുന്നതാണ് വീണ്ടും ജനനം. ഇതാ യേശു ക്രിസ്തു പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതോ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുവരുവാനോ, ഒരു റിലീജിയനെ മറ്റൊരു റിലീജിയനാക്കുവാനോ, ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനോ, കുറെ സാൻമാർഗിക പാപങ്ങളെ മാറ്റുവാനോ ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ നടക്കേണ്ട പ്രവൃത്തിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പിതാവാണ് പരിശുദ്ധാത്മാവിൽ കൂടെ സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നത്. ഡ്യൂട്ടി നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ചില ബെനിഫിറ്റുകൾ ഞാനൊന്ന് അനേകമുണ്ട്. ഞാനതൊരു 10 മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന്റെ വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ആമേൻ. The born again will be reconciled with God and escaped from his wrath through Christ Jesus. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-9 വാക്യങ്ങൾ വായിക്കുകയാണ് ഞാൻ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആമേൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ഭൗതിക സമാധാനമല്ല, ദൈവ ക്രോധത്തിൽ നിന്നും ഉള്ള മാറ്റം. അതാണ് 9-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവന്റെ രക്തത്താൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൂടാതെ ഏതൊരു വ്യക്തിയും ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ ക്രോധം മാത്രമേ വെളിപ്പെടുകയുള്ളൂ. ഇനി വേറെ മധ്യസ്ഥന്മാരെ, ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ക്രിസ്തുവേശു മാത്രമേ മധ്യസ്ഥനുള്ളൂ. വേറൊരു മധ്യസ്ഥന്മാരുമായിട്ട് ക്രിസ്തുവിലേക്ക് അടുത്ത് പിന്നെ ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചാലും ഇതേ കാര്യം മാത്രമുള്ളൂ. കാരണം ഡിവൈൻ ഗവൺമെന്റ് നിങ്ങൾ വ്യക്തിപരമായി ചെയ്ത പാപത്തിന് ശിക്ഷ ഇളവ് ചെയ്യുകയില്ല. നിങ്ങൾ ക്രിസ്തുവിൽ മറയപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ മറയപ്പെടുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ മറയുകയാണെങ്കിൽ ഡിവൈൻ ഗവൺമെന്റ് നിങ്ങളെ പാപം ക്ഷമിച്ചു കിട്ടിയവരായിട്ടല്ല, യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നിങ്ങളെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് കണക്കിടുന്നത്. ആമേൻ. സ്തോത്രം. ഇതിനൊക്കെ ഒരു ബെനിഫിറ്റുകൾ ഞാൻ വായിച്ചു പോവാണ്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, the born again's name will be written in the book of life. ജീവപുസ്തകത്തിൽ പേരെഴുതിയപ്പെടും. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Philippians chapter 4 verse 3. സാക്ഷാൽ ഇടയാളികളായുള്ളവേ, അവർക്ക് തുടർ നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി. അപ്പൊ ക്ലേമന്ത് മുതലായ ആൾക്കാരുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട്? അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച്
ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അത് പറയുന്നത്, അവന്റെ പേര് അവൻ വ്യക്തിപരമായിട്ട് ആദം ചെയ്ത പാപം മുഖാന്തരമല്ല, അവൻ വ്യക്തിപരമായി ചെയ്ത പാപം മുഖാന്തരം ജീവപുസ്തകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ അവൻ ക്രിസ്തുവിനെ വീണ്ടും അവന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആ മൂവ്മെന്റിൽ തന്നെ അവന്റെ പേര് ജീവപുസ്തകത്തിൽ വീണ്ടും എഴുതപ്പെടും. സ്തോത്രം. നെക്സ്റ്റ്, a new man in the image of God will be created in the spirit. That is Ephesians 4:24. Ephesians, നിങ്ങൾ ഇതുവഴി ഞാൻ PDF അയച്ചു തരും, അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. എഫേസ്യരുടെ 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു തന്നെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം ഉപദേശിക്കുന്ന ഉപദേശം കൊണ്ടല്ല, സത്യമായ ഡോക്ടറേഴ്സ് ഏറ്റെടുക്കുന്നത് കൊണ്ടല്ല, ബട്ട് ബൈ ക്രൈസ്റ്റ് ഹിംസെൽഫ്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവാനുരൂപമായി മനുഷ്യനായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവന്റെ അനുസരണക്കേട് നഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ആ ദൈവാനുരൂപമായ മനുഷ്യൻ നഷ്ടപ്പെട്ട് അവനിൽ പാപം കടന്നു വരാൻ കാരണമായി തീർന്നു. കൊളോസ്യർ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മൾ നടന്നിരിക്കുന്ന ഈ രൂപാന്തരം, ആമേ സ്തോത്രം, ഈ കാണുന്നത് എന്താണ്? നമ്മുടെ ആത്മാവില് ഒരു പുതു മനുഷ്യൻ. ആ മനുഷ്യൻ എങ്ങനെയുള്ളതാണ്? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഇമേജ് ഓഫ് ഗാഡ് ഹിംസെൽഫ്. ഹല്ലേലൂയ. അത്ര വലിയ ഒരു അനുഗ്രഹമാണ് ഇവിടെ കടന്നു വരുന്നത്. ആമേ. അതേപോലെ തന്നെ born again will be led by the Holy Spirit to grow in Christ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, John chapter 16 verse 13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സകല സത്യത്തിലും വഴി നടത്തും. നെക്സ്റ്റ്, the born again will be led by, point 5, the born again will be called as the child of God. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യം, John chapter 1 verse 12. അവനെ കൈക്കൊണ്ട്, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. മുൻപ് ആരുടെ മകനായിരുന്നു? അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായിരുന്നു. അനുസരിച്ച് നടന്ന ആ വ്യക്തിയോട് പറയാണ്, നിങ്ങൾ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്ന മൂവ്മെന്റില് നിങ്ങൾ എവിടെയാവും? ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടും. ദൈവ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനാകും. ആമേൻ. നെക്സ്റ്റ്, പോയിന്റ് നമ്പർ 7. The born again will be benefited with all the rewards offered by the kingdom of God. Thus angels will be assigned to God. ക്രിസ്തു അനുസരണമുള്ളവനാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഡിവൈൻ ഗവൺമെന്റിന്റെ ഒരു നേച്ചർ പാപം ചെയ്തതേക്ക് ശിക്ഷ അനുഭവിക്കണം. മറ്റൊരു നേച്ചറാണ് ഡിവൈൻ ലോ അനുസരിച്ച് ജീവിക്കുന്നവന് ഡിവൈൻ ഗവൺമെന്റിന്റെ ശക്തിക്കും അധികാരത്തിനൊത്തവണ്ണം സംരക്ഷണവും റിവാർഡ്സും അനുഗ്രഹങ്ങളും കൊടുക്കണം. സംരക്ഷണം, റിവാർഡ്സ്. അപ്പോൾ യേശു ക്രിസ്തു പൂർണ്ണ അനുസരണമുള്ളവനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി വാണതുപോലെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന് കിട്ടേണ്ട സംരക്ഷണവും റിവാർഡ്സുമാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ദൂതന്മാരെ കുറിച്ച് പറഞ്ഞത് ശുശ്രൂഷിക്കുന്ന, അത് നമ്മൾ വായിച്ചു പോകാം. ഹീബ്രു chapter 140 verse 14. അവരൊക്കെ ദൂതന്മാരെ കുറിച്ച് പറയാണ്, അവരൊക്കെ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീണ്ടും ജനം പ്രാപിക്കുന്ന ഓരോ വ്യക്തിക്കും ഒന്നിൽ കുറയാതെ സ്വർഗീയ ദൂതന്മാർ ബോഡി ഗാർഡ്സ് ആയിട്ടുണ്ടായിരിക്കും. ആവശ്യം വരികയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ലഭിക്കും. അത് നിങ്ങൾക്ക് പോകുന്ന ഓരോ ശുശ്രൂഷ സംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ ഫിസിക്കലായിട്ട് നിങ്ങളെ ബോഡി ഗാർഡ് ചെയ്യുവാൻ, ശത്രുവിന്റെ വശം നിങ്ങളെ സൂക്ഷിപ്പാൻ, ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്തോത്രം.
Then the born again will be spiritually seated in the heavenly places together with Christ. എഫേസ്യ ലേഖനം ആദ്യ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. Ephesians chapter 2 verse 7 ഫസ്റ്റ് വായിക്കുന്നു. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ സ്പിരിച്വലായിട്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തു എവിടെയായിരിക്കുന്നുവോ, ഇപ്പോൾ ക്രിസ്തു എവിടെയായിരിക്കുന്നുവോ അവരോട് കൂടെ സ്വർഗസ്ഥലങ്ങളിലാണ് ഇരുത്തപ്പെടുന്നത്. കൊലോസ്യർ 1-ാം അധ്യായത്തിന്റെ verse 12 and 13 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. സ്തോത്രം. Then the born again past sin will be blotted out. നിങ്ങൾക്ക് അറിയാവുന്ന യേശയ്യാപ്രവചനം, നിങ്ങളുടെ പാപങ്ങൾ കടഞ്ചുപ്പായിരുന്നാലും രക്തപുരമെന്നത് ഹിമം പോലെയും പഞ്ഞി പോലെ ആയിത്തീരും. The born again will be children of God, then heirs of God and joint heirs with Christ. നിങ്ങൾക്കറിയാം, ക്രിസ്തുവിൽ അവകാശികളും കൂട്ടവാസികളും. റോമൻസ് chapter 8 verse 17. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവരോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ഒരു കണ്ടീഷനുണ്ട്. അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. വെറുതെ അവകാശികളാവാൻ പറ്റുകയില്ല. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ 8-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം പഠിക്കാം. Then last point, ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. The born again will be attached to the body of Christ, thus he will be head over the rest of the creations together with him. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19 തുടങ്ങിയുള്ള വാക്യങ്ങളാണ്. Ephesians chapter 1 verse 19 onwards. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്നെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യുന്നതമീതെ ഇരുത്തുകയും ക്രിസ്തുവിന്റെ കൂടെ അവന് എവിടെയാണ്? സർവത്തിലും. ഇത് പലർക്കും പല പല ഭയങ്ങളുണ്ട്. സ്വർഗത്തിൽ തന്നെ വലതുഭാഗത്ത് നിങ്ങൾ എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ തന്നെ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ക്രിസ്തുവിന് വസിക്കുന്ന ഒരു വ്യക്തിയും, ഏതൊരു ചെറിയ വിശ്വാസി, ഇന്ന് വീണ്ടും ജനം പ്രാപിച്ച വ്യക്തിയും തന്നെയും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യുന്നതമീതെയാണ്. സർവവും അവന്റെ കാൽ കീഴാണ്. ക്രിസ്തുവിന്റെ കാൽ കീഴായിരിക്കുന്ന പോലെ അവൻ ശരീരത്തിന്റെ കാൽ കീഴാണ്. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി നിങ്ങളും അവന് സർവ്വത്തിനും മീതെ തലയാണ്. എല്ലാറ്റിലും നിറയ്ക്കുന്നവരെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ ഈ ചിത്രത്തിൽ കൂടി നിങ്ങളോട് കാണിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നത്. പുതുതായി കേട്ടവരാണെങ്കിൽ ഓൾറെഡി ക്രിസ്തുവിലായിരിക്കുന്നവര് ക്രിസ്തു എന്ന ശരീരത്തിലാണ്. ഈ തല ഇവിടെ ആദാമായിരുന്നു. ഈ മാനവജാതി മുഴുവനും ഹെഡായിരിക്കുന്നത് നാച്ചുറൽ ഹെഡ് ആദാമാണ്. സ്പിരിച്വൽ ഹെഡ് സേറ്റൻ ആയിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും ചെന്ന് പ്രാപിക്കുന്ന മൂവ്മെന്റില് ഇത് ചെയ്യുന്നത് കർത്താവാണ്. രക്ഷിക്കപ്പെടുന്നവരെ അവർ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അത് ഇന്ന് കാണുന്ന വിസിബിൾ ആയിരിക്കുന്ന ഒരു ചർച്ചുമല്ല, അത് ഇൻവിസിബിൾ ആണ്. ക്രിസ്തുവാണ് അതിൽ തല. ഇവിടെ ആദം നാച്ചുറൽ ഹെഡ് ആണെങ്കിൽ വീണ്ടും ജനം പ്രാപിക്കുന്നവരുടെ ഹെഡായിരിക്കുന്നത് ക്രിസ്തുവാണ്, അവരുടെ തലയായിരിക്കുന്നത്. ഈ തലയ്ക്കുള്ള എല്ലാ അധികാരങ്ങളും തന്നെ അവനിൽ വസിക്കുന്ന ഓരോ അവയവത്തിനുമുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. എടുത്ത ചാടി നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എക്സസൈസ് ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന സമയത്ത് ആമേൻ, ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, വീണ്ടും ജനം പ്രാപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോ പ്രാണന്റെ ആത്മാവിലോ ഘടനാപരമായ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സ്വമേധയ പാപത്തിന് അടിമപ്പെട്ടിരുന്നവരായ നാം അതേ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി
ടു ബിക്കം ദ സെർവൻസ് ഓഫ് ഗാഡ്. പിതാവ് ആകർഷിച്ചിട്ട് പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രവൃത്തി നടത്തിയെടുക്കുന്നത്. നമ്മളുള്ള കുറവുകൾ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിനെ നാം റിനൗൺസ് ചെയ്യുവാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നെങ്കിൽ അവിടെ ഉടനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. നാം ഉടനെ വീണ്ടും ജന്മം പ്രാപിക്കും. അപ്പോൾ മാത്രമേ വീണ്ടും ജന്മം നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് PDF അയച്ചു തരുമ്പോൾ ദൈവകൃപയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇതിന് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ വെറുതെ ഒരു ബൈബിൾ ക്ലാസ് കേട്ട് പോവുകയല്ല. നിങ്ങൾ എന്ത് ഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. പലരും എനിക്ക് അയച്ചു തന്നിരുന്നു, ഇനി അയക്കാത്തവരുണ്ട്. നിങ്ങളുടെ അറിവിനെ ശോധന ചെയ്യുവാനല്ല, നിങ്ങൾ സ്ട്രെങ്ത് പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവകൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം കാര്യങ്ങൾ നീ വെളിപ്പെടുത്തിയല്ലോ. കേട്ടവർ ഇനി യൂട്യൂബിലൂടെ കേൾക്കുന്നവരോട് കർത്താവേ സത്യം ഗ്രഹിപ്പിക്കാൻ ഇടയാക്കണമേ. ദൈവ കുടുംബത്തിൽ ജനിച്ചവരായ നീ മുഖാന്തരം ദൈവത്തോട് നിരക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞങ്ങൾ ക്രൂശിനെ കരയറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിനു മേലും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനു മേലും ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ,